ബിസ്മില്ലാഹി റഹ്മാനി റഹീം. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന്യരായ ഖുർആൻ പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധ ഖുർആനിലെ 72-ാം അധ്യായം സൂറത്തുൽ ജിന്നാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സൂറത്തിലെ 24 ആയത്തുകളാണ് ഇതിനകം നമ്മൾ മനസ്സിലാക്കിയത്. ഇന്ന് ഇൻഷാ അല്ലാഹ് 25, 26, 27 എന്നീ 3 ആയത്തുകൾ നമുക്ക് നോക്കാം. അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഖുൽ ഇൻ അദ്രീ അഖരീബും മാ തുഅദൂന അം യജ്അലു ലഹു റബ്ബി അമദാ ആലിമുൽ ഗൈബി ഫലാ യുദ്ഹിറു അലാ ഗൈബിഹി അഹദാ ഇല്ലാ മൻ ഇർതളാ മിർ റസൂലിൻ ഫഇന്നഹു യസ്ലുകു മിൻ ബൈനി യദൈഹി വമിൻ ഖൽഫിഹി റസദാ. കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കിയ കാര്യം, സത്യനിഷേധികൾക്ക് അള്ളാഹു വാഗ്ദത്തം ചെയ്ത ആ കാര്യം അവർ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ ആ സമയത്ത് അവർ മനസ്സിലാക്കും ആരാണ് ഏറ്റവും ദുർബലർ എന്നും എണ്ണത്തിൽ കുറവ് ആരാണ് എന്നുള്ളതും ആ സമയത്ത് അവർക്ക് ബോധ്യമാകും എന്നുള്ളതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചത്. അടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നു, ഖുൽ ഇൻ അദ്രീ അഖരീബും മാ തുഅദൂന അം യജ്അലു ലഹു റബ്ബി അമദാ. 25-ാമത്തെ ആയത്ത്. ഖുൽ, നബിയെ താങ്കൾ പറയുക. ഖാല, പറഞ്ഞു. ഖാല എന്നുള്ളത് പാസ്റ്റ് ടെൻസ് ആണ്, മാളിയായിട്ടുള്ള പദമാണ്, ഭൂതകാലക്രിയയാണ്. പറഞ്ഞു, അതിൻ്റെ കൽപ്പനക്രിയയാണ് ഖുൽ എന്നുള്ളത്. അത് ഖാല എന്നുള്ളത് അതിൻ്റെ മുലാരി ആക്കും, ആദ്യം യഖൂലു എന്നാക്കും, അതിൽ നിന്നാണ് ഖുൽ എന്ന് ഉണ്ടാകുന്നത്. മുമ്പ് പല പ്രാവശ്യം നമ്മളത് ക്ലാസ്സിൽ ചർച്ച ചെയ്ത വിഷയമാണ്. അപ്പോൾ ഖുൽ എന്ന് പറഞ്ഞാൽ നീ പറയൂ, അല്ലെങ്കിൽ നീ പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് കൽപ്പന എന്നുള്ളത് കൊണ്ട് നമുക്കവിടെ നബിയെ താങ്കൾ പറയൂ, അല്ലെങ്കിൽ നബിയെ താങ്കൾ പറഞ്ഞു കൊടുക്കണം എന്നുള്ള രൂപത്തിലൊക്കെ അർത്ഥം കൊടുക്കാം. ഖുൽ, നബിയെ താങ്കൾ പറയുക. എന്താണ് പറയേണ്ടത്? ഇൻ അദ്രീ, ദറാ എന്ന് പറഞ്ഞാൽ അറിഞ്ഞു എന്നാണ് അർത്ഥം. ഈ പദവും മുമ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വമാ അദ്റാക്ക പല പ്രാവശ്യം വന്നിട്ടുണ്ട്. വമാ അദ്റാക്ക, ഈ അദ്റാക്ക പറയുന്ന സ്ഥലത്തൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ദറാ എന്ന് പറഞ്ഞാൽ അറിഞ്ഞു എന്നാണ് അർത്ഥം, അദ്റാ എന്ന് പറഞ്ഞാൽ അറിയിച്ചു എന്നാണ് അർത്ഥം. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ദറാ എന്ന് പറഞ്ഞാൽ അറിഞ്ഞു എന്നാണ്, അതിൻ്റെ മുലാരിയാണ് വന്നിട്ടുള്ളത്. മുലാരി അദിരി, യദിരി, അർത്ഥം അറിയുന്നു, അറിയും, അങ്ങനെയൊക്കെയാണ്. അദ്റാ എന്നുള്ളത് മാലിയായിട്ടുള്ള പദം തന്നെയാണ്. അദിരി എന്നുള്ളത് മുലാരിയാണ്, അതായത് വർത്തമാനകാലക്രിയ അല്ലെങ്കിൽ ഭാവി കാലക്രിയ. അപ്പോൾ ഇവിടെ അദിരി എന്നാണ് വന്നത്. ഞാൻ അറിയും, ഞാൻ അറിയുന്നു. യദിരി എന്നാണെങ്കിൽ അവൻ അറിയും, അവൻ അറിയുന്നു. തദിരി ആണെങ്കിൽ നീ അറിയും, നീ അറിയുന്നു. ഇവിടെ അദിരി, ഞാൻ അറിയും, ഞാൻ അറിയുന്നു. അതിൻ്റെ മുമ്പിൽ ഇൻ വരുമ്പോൾ ഇല്ല, അല്ല എന്നുള്ള അർത്ഥമൊക്കെയാണ് കിട്ടുക. അപ്പോൾ ഇൻ അദിരി, ഞാൻ അറിയുന്നില്ല, അല്ലെങ്കിൽ എനിക്കറിഞ്ഞുകൂടാന്നർത്ഥം. എനിക്കറിയൂല, എനിക്കറിഞ്ഞുകൂടാ, ഞാൻ അറിയുന്നില്ല. ആ ഖരീബുൻ, ഖരീബ് എന്ന് പറഞ്ഞാൽ അടുത്തത്. അതിൻ്റെ വിപരീതം ബഈദ്, ദൂരെ. ഖറുബ, അടുത്തു. ബഅദ, അകന്നു. ഖരീബ്, അടുത്തത്. അ ഖരീബുൻ, അ എന്നുള്ളത് ഒരു ചോദ്യത്തിന് വേണ്ടിയിട്ടാണ്. ആ, അങ്ങനെയാണോ, അതോ എന്നൊക്കെയുള്ള രൂപത്തിൽ. അ ഖരീബുൻ, അടുത്തതാണോ, സമീപത്താണോ. എന്ത്? മാ തുഅദൂന, വഅദ, വഅദ എന്ന് പറഞ്ഞാൽ വാഗ്ദാനം ചെയ്തു. വഅദ യഅദു, യഅദു വാഗ്ദാനം ചെയ്യും, വാഗ്ദാനം ചെയ്യുന്നു. എന്നാൽ വഅദ എന്നാണ് ഇരിക്കുക. വഅദ എന്നാണെങ്കിൽ വാഗ്ദാനം ചെയ്യപ്പെട്ടു എന്നാണ്, മജ്ഹൂൽ രൂപമാണ്, പസീവ് വോയിസ് ആണ്. അതിൻ്റെ മുലാരി യുഅദു എന്നാണ് വരിക. വാഗ്ദാനം ചെയ്യപ്പെടും, വാഗ്ദാനം ചെയ്യപ്പെടുന്നു എന്നാണ് തമ്മിൽ വ്യത്യാസം. വാഗ്ദാനം ചെയ്തു എന്ന് പറഞ്ഞാലും വാഗ്ദാനം ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞാലും, വാഗ്ദാനം ചെയ്തു എന്ന് പറഞ്ഞാൽ ആരാണോ ആ ചെയ്തത് അത് പറയണം, ആരാണ് വാഗ്ദാനം കൊടുത്തത് അത് പറയണം. എന്നാൽ വാഗ്ദാനം ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആർക്കാണ് ആ വാഗ്ദാനം കിട്ടിയതെന്ന് പറഞ്ഞാൽ മതി, ആരാണ് ആ പ്രവൃത്തി ചെയ്തത് എന്നുള്ളത് പറയേണ്ട ആവശ്യമില്ല, കർത്താവിനെ പറയേണ്ടെന്ന് അർത്ഥം. ഇവിടെ തുഅദു ആണ് വന്നത്. യുഅദു എന്ന് പറഞ്ഞാൽ അവൻ വാഗ്ദാനം ചെയ്യപ്പെടും, അവൻ വാഗ്ദാനം ചെയ്യപ്പെടുന്നു. തുഅദു ആണെങ്കിൽ നീ വാഗ്ദാനം ചെയ്യപ്പെടും, നീ വാഗ്ദാനം ചെയ്യപ്പെടുന്നു. അതിനെ ബഹുവചനാക്കാൻ വേണ്ടിയിട്ടാണ് തുഅദൂന എന്ന രൂപം കൊടുത്തത്. നിങ്ങൾ എന്നാവും, നീ എന്നുള്ളത് നിങ്ങൾ എന്നാവും.
തൂഅദു നീ വാഗ്ദാനം ചെയ്യപ്പെടും, നീ വാഗ്ദാനം ചെയ്യപ്പെടുന്നു. തൂഅദൂന നിങ്ങൾ വാഗ്ദാനം ചെയ്യപ്പെടും, അല്ലെങ്കിൽ നിങ്ങൾ വാഗ്ദാനം ചെയ്യപ്പെടുന്നു. അതിൻ്റെ മുമ്പിൽ മാ ഉണ്ട്. ആ മാ എന്നുള്ളതിൻ്റെ അർത്ഥം അത് എന്നർത്ഥം കൊടുക്കാം. യാതൊന്ന് എന്നുള്ള രൂപത്തിലൊക്കെ അത് എന്നുള്ള അർത്ഥം കൊടുക്കാം. അപ്പോൾ മാ തൂഅദൂന നിങ്ങൾ വാഗ്ദാനം ചെയ്യപ്പെടുന്നു എന്നുള്ളതിൻ്റെ കൂടെ അത് എന്ന് വരുമ്പോൾ നിങ്ങൾ വാഗ്ദാനം ചെയ്യപ്പെടുന്നത്, നിങ്ങൾ വാഗ്ദാനം ചെയ്യപ്പെടുന്നത് മാ തൂഅദൂന. അപ്പോൾ അഖരീബുൻ അടുത്തതാണോ മാ തൂഅദൂന നിങ്ങൾ വാഗ്ദാനം ചെയ്യപ്പെടുന്നത്, നിങ്ങൾ വാഗ്ദാനം ചെയ്യപ്പെടുന്നത് സമീപത്താണോ? അം അതോ? യജ്അലു ജഅല ആക്കി ഏർപ്പെടുത്തി, യജ്അലു ഏർപ്പെടുത്തും ഏർപ്പെടുത്തുന്നു, അല്ലെങ്കിൽ ആക്കും ആക്കുന്നു. അം യജ്അലു അം അതോ യജ്അലു ഏർപ്പെടുത്തുമോ? അപ്പോൾ അം യജ്അലു എന്ന് ഒന്നിച്ചർത്ഥം പറയുമ്പോൾ അതോ ഏർപ്പെടുത്തുമോ, അതല്ല ഏർപ്പെടുത്തുമോ, അല്ലെങ്കിൽ അതോ ഏർപ്പെടുത്തുമോ. ഇവിടെ അം എന്ന് പറഞ്ഞാൽ അതോ എന്നാണല്ലോ അർത്ഥം. യജ്അലു എന്ന് പറഞ്ഞാൽ ഏർപ്പെടുത്തുന്നു അല്ലെങ്കിൽ ഏർപ്പെടുത്തും. അപ്പോൾ അതോ ഏർപ്പെടുത്തും അല്ലെങ്കിൽ അതോ ഏർപ്പെടുത്തുന്നു എന്നുള്ളതിന് പകരം നമ്മൾ അതോ ഏർപ്പെടുത്തുമോ എന്ന് പറയായിരിക്കും ആ വാചകത്തിനൊരു ശൈലി ശരിയാവുക. അം യജ്അലു അതോ ഏർപ്പെടുത്തുമോ. ലഹു അവന് അല്ലെങ്കിൽ അതിന്, ഇവിടെ അതിന് എന്നുള്ള അർത്ഥം, രണ്ടർത്ഥമുണ്ട്. അവനെന്ന് പറയാം, അതിനെന്ന് പറയാം. ഇവിടെ സന്ദർഭത്തനുസരിച്ച് അതിന്. ലഹു അതിന്. റബ്ബീ എൻ്റെ റബ്ബ്, എൻ്റെ റബ്ബ് അതിന് ഏർപ്പെടുത്തുമോ. അതിനെന്ന് പറഞ്ഞാൽ അവർക്ക് ആ വാഗ്ദാനം ചെയ്യപ്പെട്ട കാര്യമാണല്ലോ പറഞ്ഞത്. അപ്പോൾ ആ വാഗ്ദാനം ചെയ്യപ്പെട്ട അതിന് എൻ്റെ റബ്ബ് ഏർപ്പെടുത്തുമോ. റബ്ബീ എൻ്റെ റബ്ബ്, റബ്ബുൻ രക്ഷിതാവ്, നാഥൻ, റബ്ബുക നിൻ്റെ നാഥൻ, നിൻ്റെ രക്ഷിതാവ്, റബ്ബീ എൻ്റെ നാഥൻ, എൻ്റെ രക്ഷിതാവ്, അങ്ങനെയൊക്കെയാണ് അർത്ഥം കിട്ടുക. അപ്പോൾ റബ്ബി എൻ്റെ രക്ഷിതാവ്, എൻ്റെ നാഥൻ അതിന് ഏർപ്പെടുത്തുമോ, ആ ഒരു നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട അതിന് ഏർപ്പെടുത്തുമോ. അമദൻ, അമദൻ എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഒരു ദീർഘമായ കാലാവധിക്കാണ് പറയുക. സാധാരണ അജലൻ എന്ന് പറയില്ലേ കാലാവധി എന്നുള്ളതിന്, ഇത് അമദൻ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ഒരു ദീർഘമായ കാലാവധി. അപ്പോൾ അമദൻ ഒരു കാലാവധി അല്ലെങ്കിൽ ഒരു ദീർഘമായ കാലാവധി. ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം പറയുമ്പോൾ ഖുൽ ഇൻ അദ്രി അഖരീബും മാ തുഅദൂന അം യജ്അലു ലഹു റബ്ബി അമദ. നബിയെ താങ്കൾ പറയുക, എനിക്കറിഞ്ഞുകൂടാ നിങ്ങളോട് വാഗ്ദാനം ചെയ്യപ്പെടുന്ന കാര്യം സമീപത്ത് തന്നെ സംഭവിക്കുന്നതാണോ അതല്ല എൻ്റെ റബ്ബ് അതിന് വല്ല കാലാവധിയും ഏർപ്പെടുത്തുമോ എന്ന്. അതെനിക്കറിഞ്ഞുകൂടാ എന്ന് ആ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക. അടുത്ത ആയത്ത് ആലിമുൽ ഗൈബി ഫലാ യുദ്ഹിറു അലാ ഗൈബിഹി അഹദ. 26-ാമത്തെ ആയത്ത്. ആലിം, അലിമ എന്ന് പറഞ്ഞാൽ അറിഞ്ഞു എന്നാണല്ലോ അർത്ഥം. അലിമ അറിഞ്ഞു, ആലിം അറിയുന്നവൻ, അറിവുള്ളവൻ. ആലിമുൽ ഗൈബി, ഗൈബ് എന്താണ്? ഗാബ എന്ന് പറഞ്ഞാൽ മറഞ്ഞു എന്നാണ്. ഗൈബ് മറഞ്ഞത്, അദൃശ്യം. അദൃശ്യം എന്ന് പറഞ്ഞാൽ ദൃശ്യമല്ലാത്തത്, കാണാൻ പറ്റാത്തത്, അദൃശ്യമായത്, അഭൗതികമായത് എന്നൊക്കെ പറയും. ആലിമുൽ ഗൈബി അദൃശ്യത്തിൻ്റെ അറിവുള്ളവൻ, അദൃശ്യമായ കാര്യങ്ങൾ അറിവുള്ളവൻ, ആലിമുൽ ഗൈബ്. ഫലാ യുദ്ഹിറു, ലഹറ എന്ന് പറഞ്ഞാൽ വെളിവായി എന്നാണ്. അൽഹറ എന്ന് പറഞ്ഞാൽ വെളിവാക്കി എന്നാണ്. പുറത്ത് കൊണ്ടുവന്നു, വെളിവാക്കി. അതിൻ്റെ മുലാരിയാണ് അൽഹറ എന്നതിൻ്റെ മുലാരിയാണ് യുദ്ഹിറു, വെളിവാക്കും, വെളിവാക്കുന്നു. അപ്പോൾ ലാ യുദ്ഹിറു എന്ന് പറഞ്ഞാലോ വെളിവാക്കുകയില്ല. യുദ്ഹിറു വെളിവാക്കും, ലാ യുദ്ഹിറു വെളിവാക്കുകയില്ല. അതിൻ്റെ തുടക്കത്തിൽ ഒരു ഫ ഉണ്ട്, അത് ഇസ്തിനാഫിയുടെ ഫ ആണ്. അതായത് ആ ഒരു കാര്യം തുടർച്ചയായി ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ ആ തുടർച്ചയ്ക്ക് വേണ്ടിയിട്ട്. ഫലാ യുദ്ഹിറു എന്നാൽ വെളിവാക്കുകയില്ല. അലാ ഗൈബിഹി, ഗൈബ് നമ്മൾ നേരത്തെ പറഞ്ഞു അദൃശ്യം. ഗൈബുഹു എന്ന് പറഞ്ഞാൽ അവൻ്റെ അദൃശ്യം. അതിൻ്റെ മുമ്പിൽ അല വരുമ്പോൾ അലാ ഗൈബുഹു എന്ന് പറയില്ല. അല വന്നു കഴിഞ്ഞാൽ അലക്ക് ശേഷം ഗൈബു എന്നല്ല ഗൈബി എന്നാണ് പറയുക. ഈ ഗൈബി എന്നുള്ളതിൻ്റെ കൂടെ ഹു ചേരൂല, ഹി എന്നാണ് ചേരുക. അപ്പോൾ അലാ ഗൈബിഹി എന്നാവും. അർത്ഥം അവൻ്റെ അദൃശ്യത്തിൻ്റെ കാര്യത്തിൽ, അവൻ്റെ അദൃശ്യത്തെപ്പറ്റി. അല എന്നുള്ളതിന് മേൽ എന്നുള്ള അർത്ഥമുണ്ട്. ഇവിടെ ആ കാര്യത്തിൽ അതിനെപ്പറ്റി എന്നുള്ള അർത്ഥം കൊടുക്കാം. അലാ ഗൈബിഹി അവൻ്റെ അദൃശ്യത്തെക്കുറിച്ച്, അവൻ്റെ അദൃശ്യത്തെ സംബന്ധിച്ച്, അല്ലെങ്കിൽ അവൻ്റെ അദൃശ്യത്തിൻ്റെ കാര്യത്തിൽ, അവൻ്റെ അദൃശ്യത്തിൻ്റെ മേൽ. അത് അവൻ വെളിവാക്കുകയില്ല. അഹദൻ ഒരാൾക്കും, ഒരാളോടും.
അഹദൻ ഒരാളോടും. ഒന്നിച്ച് ഈ ആയത്തിൻ്റെ അർത്ഥം പറയുമ്പോൾ ആലിമുൽ ഗൈബി ഫലാ യുദ്ഹിറു അലാ ഗൈബിഹി അഹദ, അദൃശ്യത്തെ അറിയുന്നവനാണ് അവൻ, എന്നാൽ തൻ്റെ അദൃശ്യ കാര്യങ്ങളെപ്പറ്റി അവൻ ഒരാൾക്കും വെളിവാക്കി കൊടുക്കുന്നതല്ല. അടുത്ത ആയത്ത് ഇല്ലാ മൻ ഇർത്തളാ മിർ റസൂലിൻ ഫഇന്നഹു യസ്ലുകു മിൻ ബൈനി യദൈഹി വമിൻ ഖൽഫിഹി റസദ. 27-ാമത്തെ ആയത്ത്. ഇല്ല എന്നുള്ളത് നമുക്കറിയാം ഒഴിവാക്കി പറയുന്ന ഒരു ഹർഫാണ് അല്ലേ. ഒഴിവാക്കി പറയാനാണ് ഇല്ല ഉപയോഗിക്കുക. അങ്ങനെ അല്ലാതെ, ഒഴികെ. നമുക്ക് നല്ല പരിചയമുണ്ട് ലാ ഇലാഹ ഇല്ലല്ലാ, അവിടെ ഇല്ല വന്നിട്ടുണ്ട്. ലാ ഇലാഹ, ഒരു ആരാധ്യനേ ഇല്ല, യാതൊരു ആരാധ്യനും ഇല്ല. ഇല്ലല്ലാ, അള്ളാഹു അല്ലാതെ, അള്ളാഹു ഒഴികെ. അപ്പോൾ അവിടെ അല്ലാതെ അല്ലെങ്കിൽ ഒഴികെ എന്നുള്ളതിനാണ് ഇല്ല ഉപയോഗിക്കുക. ഇല്ല അല്ലാതെ. മൻ ഇർത്തള, അത് ശരിക്കും മൻ ഇർത്തള എന്നാണ്. ഇർത്തള എന്ന് പറഞ്ഞാൽ തൃപ്തിപ്പെട്ടു കൊടുത്തു. റളിയല്ലാഹു ഒക്കെ നമ്മൾ കേട്ടതല്ലേ. റളിയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, തൃപ്തിപ്പെട്ടു. അപ്പോൾ മൻ ഇർത്തള അല്ലെങ്കിൽ മൻ ഇർത്തള എന്ന് പറഞ്ഞാൽ ആർ തൃപ്തിപ്പെട്ടു കൊടുത്തു, അല്ലെങ്കിൽ ആർക്കാണോ തൃപ്തിപ്പെട്ടു കൊടുത്തത്. ഇല്ല, അവർക്കല്ലാതെ. ഇല്ല മൻ ഇർത്തള, അവൻ തൃപ്തിപ്പെട്ടു കൊടുത്തവർക്കല്ലാതെ. മൻ എന്നുള്ളത് അവർ എന്നും അവൻ എന്നും അർത്ഥം കൊടുക്കാം. ഇവിടെ അവർ എന്ന് കൊടുത്താൽ മതി. മൻ ഇർത്തള, തൃപ്തിപ്പെട്ടു കൊടുത്തവർ. ഇല്ല മൻ ഇർത്തള, തൃപ്തിപ്പെട്ടു കൊടുത്തവർക്കല്ലാതെ. മിർ റസൂലിൻ, റസൂല് ദൂതൻ. മിൻ റസൂലിൻ, ദൂതരിൽ നിന്ന്. അപ്പോൾ ദൂതരിൽ നിന്നുള്ള അവൻ തൃപ്തിപ്പെട്ടു കൊടുത്തവർക്കല്ലാതെ. ഫ ഇന്നഹു, ഫ എന്നാൽ അല്ലെങ്കിൽ അപ്പോൾ, ഇന്നഹു തീർച്ചയായും അവൻ, ഇന്ന തീർച്ചയായും, ഹു അവൻ തീർച്ചയായും അദ്ദേഹം, അല്ലെങ്കിൽ തീർച്ചയായും അദ്ദേഹമാകട്ടെ. യസ്ലുക്കു, സലക്ക എന്ന് പറഞ്ഞാൽ പ്രവേശിപ്പിച്ചു, അതിൻ്റെ മുളാരിയാണ് യസ്ലുക്കു, പ്രവേശിപ്പിക്കുന്നു. അപ്പോൾ ഫ ഇന്നഹു യസ്ലുക്കു, തീർച്ചയായും അദ്ദേഹമാകട്ടെ, യസ്ലുക്കു പ്രവേശിപ്പിക്കും. മിം ബൈനി യദൈഹി, ഈ മിം ബൈനി യദൈഹി ശരിക്ക് ഒരു അറബി ഭാഷയിലൊരു പ്രയോഗമാണ്. അതിൻ്റെ വാക്കർത്ഥം പറയുകയാണെങ്കിൽ മിം ബൈനി, ഇടയിൽ നിന്ന്. ബൈനി എന്ന് പറഞ്ഞാൽ ഇടയിൽ, മിൻ എന്ന് പറഞ്ഞാൽ ഇൽ നിന്ന്. മിം ബൈനി, ഇടയിൽ നിന്ന്. യദൈഹി, യത് കയ്യ്, യദൈഹി അവൻ്റെ രണ്ട് കൈകൾ. അപ്പോൾ മിം ബൈനി യദൈഹി എന്ന് പറഞ്ഞാൽ അവൻ്റെ രണ്ട് കൈകളുടെ ഇടയിൽ നിന്ന്. ഈ അവൻ്റെ ഒരാളുടെ രണ്ട് കൈയിൻ്റെ ഇടയിൽ എന്ന് പറഞ്ഞാൽ മുൻഭാഗമല്ലേ വരിക. അപ്പോൾ മുൻഭാഗത്തുകൂടെ എന്നുള്ളതിനാണ് സാധാരണഗതിയിൽ മിം ബൈനി യദൈഹി എന്ന് പറയാം. അതൊരു സാഹിത്യ പ്രയോഗമാണ്, അത് അങ്ങനെ തന്നെ മനസ്സിലാക്കി വെച്ചാൽ മതി. മിം ബൈനി യദൈഹി എന്ന് പറഞ്ഞാൽ മുൻഭാഗത്തുകൂടെ. വമിൻ ഖൽഫിഹി, ഖൽഫ് പിൻഭാഗം, ഖൽഫുഹു അവൻ്റെ പിൻഭാഗം. മിൻ ഖൽഫുഹു എന്ന് പറയില്ല, മിൻ ഖൽഫിഹി എന്നാ പറയാ, അവൻ്റെ പിൻഭാഗത്ത് കൂടെ. അതിൻ്റെ തുടക്കത്തിലൊരു വാവുണ്ട്. വമിൻ ഖൽഫിഹി, അവൻ്റെ പിൻഭാഗത്ത് കൂടെയും. റസ്വദ, റസ്വദൻ പാറാവുകാർ, കാവൽക്കാർ. ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം പറയുമ്പോൾ ഇല്ലാ മൻ ഇർത്തളാ മിർ റസൂലിൻ ഫഇന്നഹു യസ്ലുകു മിൻ ബൈനി യദൈഹി വമിൻ ഖൽഫിഹി റസ്വദ, അവൻ തൃപ്തിപ്പെട്ടിട്ടുള്ള ദൂതന്മാരിൽ നിന്നുള്ളവർക്കല്ലാതെ, എന്നാൽ അദ്ദേഹമാകട്ടെ അദ്ദേഹത്തിൻ്റെ മുമ്പിലൂടെയും പിന്നിലൂടെയും അവൻ പാറാവുകാരെ പ്രവേശിപ്പിക്കുന്നതുമാണ്. അപ്പോൾ 3 ആയത്തുകളുടെയും പദങ്ങൾ പരിചയപ്പെട്ടു. ഇനി വിശദീകരണം നോക്കാം. ഒന്നാമത്തെ ആയത്തിൽ, ഇന്ന് പഠിച്ച ഒന്നാമത്തെ ആയത്തിൽ, അതായത് 25-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആളുകളോട് പറയാൻ വേണ്ടിയിട്ട് കൽപ്പിക്കുകയാണ്. നബിയെ താങ്കൾ ആളുകളോട് പറയുക, എനിക്കറിയൂല നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട ആ കാര്യം വളരെ അടുത്താണോ അതോ എൻ്റെ റബ്ബ് അതിന് ഒരു ദീർഘമായ കാലാവധി വെച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്താണ് ഈ വാഗ്ദാനം ചെയ്യപ്പെട്ട കാര്യം? അവർക്കുള്ള ശിക്ഷയാകാം, അന്ത്യനാളാവാം, അവരുടെ മരണമാകാം. അപ്പോൾ അവർക്ക് ഉള്ള ശിക്ഷ, അവർക്ക് ശിക്ഷയുണ്ട് എന്ന് പറഞ്ഞപ്പോഴല്ലേ അവർ വെല്ലുവിളിച്ചത്, പരിഹസിച്ചത്. എന്നാൽ ആ ശിക്ഷയൊന്നും ഞങ്ങൾക്ക് വരട്ടെ, ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത ആ ശിക്ഷയൊന്നും ഞങ്ങളുടെ മേൽ ഇറങ്ങട്ടെ, അല്ലെങ്കിൽ നീ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അന്ത്യനാൾ, നീ വാഗ്ദാനം ചെയ്തുകൊണ്ടിരിക്കുന്ന അന്ത്യനാൾ അതൊന്ന് പെട്ടെന്ന് വരട്ടെ. ഇങ്ങനെ അവർ വെല്ലുവിളിച്ചിരുന്ന, അവർ പരിഹസിച്ചിരുന്ന അള്ളാഹു വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള ആ കാര്യം അത് അവരുടെ ശിക്ഷയായിരിക്കാം, അല്ലെങ്കിൽ അന്ത്യനാളായിരിക്കാം. കൂടുതൽ നമുക്കവിടെ ശിക്ഷ എന്നുള്ള രൂപത്തിൽ പറയാം. അപ്പോൾ അവർക്ക് ഇറങ്ങാൻ പോകുന്ന ശിക്ഷയെ അവർ പരിഹസിച്ചപ്പോൾ, വെല്ലുവിളിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിക്കുകയാണ്, താങ്കൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക, എനിക്കറിയൂല,
ഞാനൊരു പ്രവാചകൻ മാത്രമാണ്, എനിക്കറിയൂല അത് വളരെ അടുത്താണോ, പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടുമോ, അതോ കുറേ വിദൂരമാണോ, നിങ്ങൾക്ക് അത് അള്ളാഹു ഒരു ദീർഘമായ കാലാവധി വെച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയൂല, ഇതൊന്നും എൻ്റെ അറിവിൽപ്പെട്ടതല്ല എന്നാണ് പറയാൻ വേണ്ടി പറഞ്ഞത്. അടുത്ത ആയത്തിൽ അതൊന്നുകൂടെ വിശദീകരിക്കുകയാണ്. ആലിമുൽ ഗൈബി ഫലാ യുദ്ഹിറു അലാ ഗൈബിഹി അഹദ. അള്ളാഹുവാണ് എല്ലാ അദൃശ്യ കാര്യങ്ങളും അറിയുന്നവൻ. അങ്ങനെയുള്ള അദൃശ്യ കാര്യങ്ങളൊന്നും യാതൊന്നും തന്നെ മറ്റൊരാൾക്കും അവൻ അറിയിച്ചു കൊടുക്കൂല. അള്ളാഹുവിന് ഒരുപാട് അദൃശ്യ കാര്യങ്ങൾ അറിയാം. എല്ലാ അദൃശ്യ കാര്യങ്ങളുടെയും അറിവുള്ളവൻ അള്ളാഹു മാത്രമാണ്. അതവൻ ആ അറിവ് അവൻ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കൂല. ഇതും ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറയാണ്. അപ്പോൾ ഒരാൾക്കും തന്നെ അള്ളാഹുവിൻ്റെ അദൃശ്യ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കൂല എന്ന് പറഞ്ഞിട്ട് അടുത്ത ആയത്തിൽ 27-ാമത്തെ ആയത്തിൽ അതിന്നൊരു ഒഴിവ് പറയാണ്. ഇല്ലാ മൻ ഇർത്തദാ മിർ റസൂലിൻ, ദൂതരിൽ നിന്നുള്ള അള്ളാഹുവിന് തൃപ്തിപ്പെട്ടവർക്കല്ലാതെ. അപ്പോൾ ദൂതന്മാർക്ക്, അള്ളാഹുവിൻ്റെ ദൂതന്മാർക്ക് അത് ചില അദൃശ്യ കാര്യങ്ങളൊക്കെ അള്ളാഹു പറഞ്ഞു കൊടുക്കും. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണല്ലോ നമുക്ക് ഒരുപാട് അദൃശ്യ കാര്യങ്ങൾ പറഞ്ഞത്. അത് വഹയിലൂടെയാണ് അള്ളാഹു ആ അദൃശ്യ കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അറിയിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ സ്വർഗവും നരകവും പരലോകവും ഈ വിഷയങ്ങളൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അദൃശ്യമായ കാര്യങ്ങളാണ്. മലായിക്കത്തുകൾ അത് അദൃശ്യമായ ഒരു ജീവിവർഗമാണ്. അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് അള്ളാഹു ആണ്, അത് വഹയിലൂടെയാണ്. എന്നാൽ ഇങ്ങനെ വഹയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അറിയിച്ചു കൊടുക്കുന്ന അറിവ് അത് എത്രത്തോളം ഭദ്രമാണ്, സുഭദ്രമാണ് എന്നുള്ള കാര്യമാണ് അതിന് ശേഷം പറയുന്നത്. അതായത് മുമ്പിലൂടെയും പിന്നിലൂടെയും പാറാവുകാരെ, കാവൽക്കാരെ വെച്ചിട്ടാണ് ഈ കാര്യം അറിയിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിൽ യാതൊന്നും ആർക്കും കൂട്ടിക്കലർത്താൻ പറ്റില്ല. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആ കാര്യം അറിയിച്ചു കൊടുക്കുന്നതിൻ്റെ ഇടയിൽ അതിലെന്തെങ്കിലും കൂടിച്ചേരുക ഒന്നും ചെയ്യൂല. അതിന് അത്രയധികം കാവൽക്കാരെയും ഭദ്രമായ നിലക്കുമാണ് അത് അറിയിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് അതിൽ അവിശ്വസിക്കേണ്ട കാര്യമില്ല എന്നർത്ഥം. അപ്പോൾ അത് കാവൽക്കാരുടെ അകമ്പടിയോടുകൂടി, മുമ്പിലൂടെയും പിന്നിലൂടെയും എന്ന് പറഞ്ഞ അർത്ഥം മുമ്പിലും പിന്നിലും കാവൽക്കാരുണ്ടാവും, രണ്ട് സൈഡുകളിൽ കാവൽക്കാരില്ല എന്നല്ല. അവിടെ മുമ്പിലൂടെയും പിന്നിലൂടെയും കാവൽക്കാരെ പ്രവേശിപ്പിക്കുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മൊത്തത്തിൽ കാവൽക്കാരുടെ ഒരു ചുറ്റുവട്ടത്തിൽ, അല്ലെങ്കിൽ കാവൽക്കാർ ചുറ്റിലുമുണ്ടാകും എന്നുള്ളതിൻ്റെ ഒരു പ്രയോഗമാണത്. മുഴുവൻ ആ കാവൽക്കാരുടെ ഒരു അകമ്പടിയോടുകൂടി, അല്ലെങ്കിൽ കാവൽക്കാരുടെ ആ ഒരു സംരക്ഷണത്തോടു കൂടി തന്നെ അത് ഇറങ്ങുകയുള്ളൂ. അത് എല്ലാ ഭാഗത്തും കാവൽക്കാർ ചുറ്റിലുമുണ്ടാകും എന്നുള്ളതിനാണ് മുമ്പിലൂടെയും പിന്നിലൂടെയും കാവൽക്കാരെ പ്രവേശിപ്പിക്കുമെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇന്ന് പഠിച്ച 3 ആയത്തുകളിലൂടെ അള്ളാഹു പറയുന്ന കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, അദൃശ്യമായ കാര്യങ്ങൾ അത് അള്ളാഹുവിൻ്റെ മാത്രം അറിവാകുന്നു. ഇപ്പം നിങ്ങൾക്ക് എപ്പോൾ ശിക്ഷ ഇറങ്ങും, അത് തൊട്ടടുത്ത് സംഭവിക്കുമോ, ഒരുപാട് കാലത്തിന് ശേഷം സംഭവിക്കുമോ, ഇതൊക്കെ അദൃശ്യമായ കാര്യങ്ങൾ, അതൊന്നും എൻ്റെ അറിവിൽപ്പെട്ടതല്ല. ഇതൊന്നും അള്ളാഹു ആർക്കും അറിയിച്ചു കൊടുക്കൂല. അള്ളാഹുവിൻ്റെ അദൃശ്യമായ ജ്ഞാനം അത് ചില ദൂതന്മാർക്ക് അള്ളാഹു അറിയിച്ചു കൊടുക്കാറുണ്ട്. അത് കൃത്യമായ അകമ്പടിയോടുകൂടി, അല്ലെങ്കിൽ കൃത്യമായ കാവൽക്കാരോടുകൂടി, കാവൽക്കാർ എന്ന് ഉദ്ദേശിക്കുന്നത് മലായിക്കത്തുകളാണ്, മലക്കുകളാണ്. മലക്കുകളുടെ ആ ഒരു കാവലോടുകൂടി പാറാവുകാരെ നിയോഗിച്ചിട്ട്, ആ മലക്കുകൾ എന്നുള്ള കാവൽക്കാരെ, പാറാവുകാരെ നിയോഗിച്ചിട്ടാണ് ഇത്തരം വഹയികൾ, ഇത്തരം അദൃശ്യമായ അറിവുകൾ അള്ളാഹു ഈ പ്രവാചകന്മാർക്ക് അല്ലെങ്കിൽ ദൂതന്മാർക്ക് അറിയിച്ചു കൊടുക്കാറുള്ളത്. അപ്പോൾ ദൂതന്മാർക്ക് മാത്രമേ ഇത്തരം അദൃശ്യമായ അറിവുകൾ നൽകുള്ളൂ എന്നുള്ള കാര്യം കൂടെ ഈ ആയത്തുകളിൽ നിന്ന് വ്യക്തമാണ്. മറ്റാർക്കും കൊടുക്കൂല, മറ്റാർക്കും അങ്ങനെയുള്ള അദൃശ്യമായ അറിവ് കൊടുക്കൂല. ദൂതന്മാർക്ക് പോലും കൊടുക്കുന്നത് വളരെയധികം പാറാവുകാരെയും കാവൽക്കാരെയും ഒക്കെ, അതായത് മലായിക്കത്തുകളുടെ അകമ്പടിയോടുകൂടി അവരെ നിയോഗിച്ചിട്ട് അതിൽ യാതൊരു കലർപ്പുമില്ല എന്ന് ഈ കിട്ടുന്ന ആൾക്കും ബോധ്യമാവണം. ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വഹി ലഭിക്കുന്ന സമയത്ത് എന്തിനാണ് അവിടെ ഒരു പാറാവുകാർ, എന്തിനാണ് കാവൽക്കാർ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും ബോധ്യമാവണം ഇത് അത്രയധികം സംരക്ഷിത വലയത്തോടു കൂടിയാണ് തരുന്നത്. ഇതിൽ മറ്റൊന്നും ഒരാൾക്കും ഒന്നും ചെയ്യാൻ പറ്റൂല, ഇടപെടാൻ പറ്റൂല. ഈ വരുന്ന വഴിയിലൊന്നും ആർക്കും ഇതിലെന്തെങ്കിലും ചേർക്കാനോ ഇതിൽ നിന്ന് നീക്കം ചെയ്യാനോ പറ്റൂല. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിലൊരു ചോദ്യം ഉണ്ടാവും. മുമ്പ് കാലങ്ങളിലൊക്കെ ഈ ജിന്നുകൾ പലതും കട്ട് കേൾക്കാനും മറ്റൊക്കെ ശ്രമിച്ചിരുന്നു എന്നുള്ളത് മുമ്പ് നമ്മൾ സംസാരിച്ചതാണ്. അപ്പോൾ അത് ശരിക്കും മലായിക്കത്തുകൾ തമ്മിലുള്ള സംസാരമാണ് അവർ കേൾക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നതും അവിടെ ആട്ടിയോടിക്കപ്പെടുന്നതൊക്കെ. ഈ ഒരു വഹി ഇറങ്ങുന്ന സംവിധാനത്തിൽ നിന്ന് യാതൊന്നും തന്നെ അവർക്ക് പിടിച്ചെടുക്കാൻ പറ്റൂല. അവർ ശ്രമം നടത്തിയിരുന്നത് ആ ഒരു
മലക്കുകൾ തമ്മിലുള്ള സംസാരം, ആ മലക്കുകൾ തമ്മിലുള്ള സംസാരത്തിൽ നിന്ന് എന്തെങ്കിലും കിട്ടാനാണ് അവർ ശ്രമം നടത്തിയിരുന്നത്. അവിടെയാണ് അവർക്ക് ആട്ടിയോടിക്കലും കാര്യങ്ങളൊക്കെ വന്നത്. ഏതായാലും ഈ 3 ആയത്തുകളിലൂടെ അള്ളാഹു വളരെ കൃത്യമായ ചില കാര്യങ്ങൾ അന്നുള്ള ആളുകൾക്കും പിന്നീടുള്ള ആളുകൾക്കും ഒക്കെ അറിയിച്ചു കൊടുക്കുകയാണ്. അള്ളാഹുവിൻ്റെ അദൃശ്യമായ അറിവ് അത് പ്രവാചകന്മാരിൽ ചില പ്രവാചകന്മാർക്കല്ലാതെ മറ്റാർക്കും അള്ളാഹു അത് ഇറക്കി കൊടുക്കുകയില്ല എന്നുള്ള കാര്യം. നമുക്ക് ഈ 3 ആയത്തുകളിൽ വന്ന പാരായണ നിയമങ്ങൾ നോക്കാം. ഖുൽ ഇൻ അദ്രി. ഇൻ അദ്രി എന്നുള്ള സ്ഥലത്ത് ഹംസയുടെ മുമ്പാണ് സുക്കൂനുള്ള നൂന് വന്നത്. അവിടെ അത് വെളിവാക്കണം. ഇൻ എന്നുള്ളത് നൂനിനെ വെളിവാക്കണം, ഇൽഹാർ ചെയ്യണം. അദ്രി എന്നുള്ളിടത്ത് ദാലിന് സുക്കൂന് വന്നു, കൽക്കലത്തിൻ്റെ അക്ഷരമാണ്, അതിനെ എടുത്ത് പറയണം. ദ് എന്നുള്ള ശബ്ദം വെളിവായി കേൾക്കണം. അദ്രി, അപ്പോൾ ദ് എന്നുള്ളത് എടുത്ത് പറയാം. രീ എന്നുള്ളിടത്ത് റാഇന് കെസറായതുകൊണ്ട് റീ എന്നല്ല രീ എന്നുള്ള ഉച്ചാരണം കൊടുക്കുക. പിന്നെ ആ നീട്ടൽ, രീ എന്നുള്ള നീട്ടൽ ഒരു 4-5 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ ആവാം, നിർബന്ധമില്ല. അതിൻ്റെ കാരണം ആ നീട്ടലിന് ശേഷം വരുന്ന അടുത്ത അക്ഷരം ഹംസയാണ്. നീട്ടലും ഹംസയും അടുത്തടുത്ത് വരികയാണെങ്കിൽ നമ്മൾ നോക്കേണ്ടത് അത് ഒരേ പദത്തിലാണോ വ്യത്യസ്ത പദത്തിലാണോ എന്നാണ്. ഒരേ പദത്തിലാണെങ്കിൽ നിർബന്ധമാണ് 4-5 അക്ഷരങ്ങളുടെ ദൈർഘ്യം നീട്ടണം. വ്യത്യസ്ത പദങ്ങളിലാണെങ്കിൽ നിർബന്ധമില്ല, 4-5 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ ആവാം. അപ്പോൾ ഇവിടെ അതിരി എന്നുള്ളതിലെ നീട്ടൽ ആ പദത്തിലും അതിരി എന്നുള്ള പദത്തിലും അഖരീബുൻ എന്നുള്ളതിൻ്റെ തുടക്കത്തിലാണ് ഹംസ വന്നത്. അപ്പോൾ നീട്ടലും ഹംസയും അടുത്തടുത്താണെങ്കിലും വ്യത്യസ്ത പദങ്ങളിലാണ്. അതുകൊണ്ട് നിർബന്ധമില്ല, 4-5 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ ആവാം. അഖരീബുൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തെൻവീനുണ്ട്. അതിനുശേഷം വരുന്ന അക്ഷരം മാ എന്നാണ്. മീമിൻ്റെ മുമ്പ് തെൻവീന് വന്നു കഴിഞ്ഞാൽ ആ തെൻവീനിനെ മീമിലേക്ക് ലയിപ്പിക്കുക, മണിക്കുക, ഇദ്ഗാം ബിഗുന്ന. അപ്പോൾ ആ ഖരീബുമ്മ, ശരിക്ക് ഖരീബു എന്ന് ലംബുള്ളൂ എന്ന് വിചാരിക്കുക. എന്നിട്ട് മീമിന് ഷദ്ദിടുക, ആ രൂപത്തിലൊന്ന് പാരായണം ചെയ്യുക. മണിച്ചുകൊണ്ടാണ് അപ്പോൾ ആ മീമിനെ പറയേണ്ടത്. അതുകൊണ്ടാണ് അവിടെ മീമിന് ഷദ്ദിട്ട് കൊടുത്തത്. ശരിക്കും അവിടെ മീമിന് ഷദ്ദില്ല. അവിടെ ആ തജ്വീദിൻ്റെ നിയമം അനുസരിച്ച് പറയുമ്പോൾ ഷദ്ദ് വരുന്നതാണ്. അപ്പോൾ അഖരീബുമ്മ എന്നുള്ള രൂപത്തിലാണ് അവിടെ പാരായണം ചെയ്യുക. മാ തുഅദൂന അം യജ്അലു ലഹു. ലഹു എന്നുള്ളിടത്തൊരു ഹാ ഉളമീർ വന്നു, ഹു എന്നുള്ളത്. അതിൻ്റെ മുമ്പും ശേഷമുള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്തുണ്ട്. അതുകൊണ്ട് ഈ ഹാ ഉളമീറിന് 2 അക്ഷരത്തിൻ്റെ ദൈർഘ്യം നീട്ടണം. അതുകൊണ്ടാണ് അവിടെ ചെറിയൊരു വാവ് ഇട്ട് കൊടുത്തത്. 2 അക്ഷരത്തിൻ്റെ ദൈർഘ്യം നീട്ടുക. ലഹു. റബ്ബി എന്നുള്ള നീട്ടൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ നീട്ടലിന് ശേഷം വരുന്ന അക്ഷരം ഹംസയാണ്. പക്ഷേ നീട്ടലും ഹംസയും വ്യത്യസ്ത പദങ്ങളിലാണ്. അതുകൊണ്ട് നിർബന്ധമില്ല, 4-5 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാം. റബ്ബി എന്ന നീട്ടൽ. അമദൻ എന്നാണ് അവിടെ അവസാനത്തിൽ. അത് ആ ഫതഹ തൻവീനെ ഫതഹ ആക്കിയിട്ട് 2 അക്ഷരത്തിൻ്റെ ദൈർഘ്യം നീട്ടുക, മദ് ഇവള് പാരായണം നിർത്തുന്ന സമയത്ത്. ഈ ആയത്തിൽ മാത്രമല്ല, ഇനി നമ്മൾ അടുത്ത 2 ആയത്തുകളിലും അഹദൻ, റസൊദൻ, അവിടെയൊക്കെ അഹദ, റസൊദ എന്ന് പറഞ്ഞിട്ടാണ് നിർത്തുക. അടുത്ത ആയത്ത് ആലിമുൽ ഗൈബി ഫലാ യുൽഹിറു അലാ ഗൈബിഹി. അവിടെ നോക്കൂ നിങ്ങൾ, ഗൈബിഹി എന്നുള്ളതിൻ്റെ അവസാനത്തിൽ ഒരു ഹാ ഉലമീർ ഉണ്ട്. അവിടെ അതിനെ നീട്ടണം, ആ ഹാ ഉലമീറിനെ നീട്ടണം. കാരണം അതിന് മുമ്പും ശേഷമുള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്തുണ്ട്. മാത്രമല്ല ഇവിടെ മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, ശേഷമുള്ള അക്ഷരം ഹംസയുമാണ്. അപ്പോൾ മുമ്പും ശേഷമുള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്ത് ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ പറയും 2 അക്ഷരത്തിൻ്റെ ദൈർഘ്യം നീട്ടണം എന്ന് പറയും. പക്ഷേ ഇനി ശേഷമുള്ള അക്ഷരം ഹംസ കൂടി ആയാലോ 4-5 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ ആവാം. അതുകൊണ്ടാണ് നീട്ടലിന് വേണ്ടിയിട്ടുള്ളൊരു യാഇൻ്റെ കഷ്ണവും അതിന് പുറമെ മുകൾ ഭാഗത്ത് ഒരു മദ് 4-5 അക്ഷരങ്ങളുടെ അത്ര ദൈർഘ്യം കുറച്ച് അധികം നീട്ടണം എന്നുള്ള രൂപത്തിൽ അസാധാരണ ദൈർഘ്യത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മദ്ദിൻ്റെ അടയാളം മുകളിൽ കൊടുത്തതും അതുകൊണ്ടാണ്. ഇതിന് നമ്മൾ മദ്ദുസിലത്തുൽ കുബ്ര എന്നാണ് പറയാം. ഇങ്ങനെ ഹംസ വരാത്ത സമയത്തുള്ള ഹ ഉലമീറുകളെ, മുമ്പും ശേഷമുള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്തുണ്ട്, എന്നാൽ ശേഷം വന്ന അക്ഷരം ഹംസ എല്ലാം വിചാരിക്കുക. അപ്പോൾ തൊട്ട് മുമ്പൊക്കെ പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ അവിടെ മദ്ദുസിലത്ത് സുഹറ എന്നാണ് പറയാം. അടുത്ത ആയത്ത് ഇല്ലാ മനിർത്തല. ശരിക്കും മൻ ഇർത്തല എന്നാണ്. അവിടെ മൻ ഇർത്തല എന്ന് പറയുമ്പോൾ മൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ സുക്കൂനുള്ള നൂന് വന്നു. അതിനുശേഷം റാഇന് സുക്കൂന്, അതാണ് ഉച്ചരിക്കുന്ന ആദ്യത്തെ അക്ഷരം. അപ്പോൾ അടുത്തടുത്ത് 2 സുക്കൂനുകൾ വരും. അത് പാടില്ല. ആ ഒരു അവസ്ഥ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നൂനിന് കെസറാക്കിയത്. അപ്പം മൻ ഇർത്തല. അല്ലെങ്കിൽ എന്താ പ്രശ്നം, പാരായണത്തിൻ്റെ ഒഴുക്ക് നഷ്ടപ്പെടും. മൻ ഇർത്തല എന്ന് പറയുമ്പോൾ അവിടെ ആ പാരായണം ഒന്ന് മുറിഞ്ഞ പോലെ പോകും. അപ്പോൾ അവിടെ മൻ ഇർത്തല എന്നാക്കി. മിർ റസൂലിൻ, റാഇൻ്റെ മുമ്പ് സുക്കൂനുള്ള നൂന് വന്നു. റാഇൻ്റെയോ ലാമിൻ്റെയോ മുമ്പ് സുക്കൂനുള്ള നൂന് വന്നാൽ, തൻവീനോ വന്നാൽ, ആ നൂനിൻ്റെ ശബ്ദത്തെ തൊട്ടടുത്ത അക്ഷരത്തിലേക്ക് ലയിപ്പിക്കണം, പരിപൂർണമായി മണിക്കാൻ പാടില്ല. അപ്പോൾ മിൻ റസൂലിൻ എന്നുള്ളത് മിർ റസൂലിൻ എന്നാവും. മിർ റസൂലിൻ, ആ നൂന് പറയണ്ട.
നൂന് റായിലേക്ക് ലയിച്ചു. അപ്പോൾ റായിന് ഷദ്ദുള്ള രൂപത്തിലാണ് വരിക. മിർ റസൂലിൻ. റസൂലിൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തൻവീൻ ഉണ്ട്, അതിനുശേഷം ഫ ആണ്. ഫാഇൻ്റെ മുമ്പ് തൻവീന് വന്നാൽ ഇഖ്ഫാ ചെയ്യുക, മറച്ച് വെച്ചുകൊണ്ട് മണിക്കുക. അപ്പോൾ റസൂലിൻ ഫ, റസൂലിൻ എന്ന് നൂന് വെളിവായി കേൾക്കണ്ട, റസൂലിൻ ഫ അവ്യക്തമാക്കുക, മറച്ച് വെച്ചുകൊണ്ടാണ് ആ തൻവീനെ പറയേണ്ടത്. ഫ ഇന്നഹു നൂനിൻ്റെ ഷദ് മണിക്കുക. അവിടെ ഹു എന്നുണ്ട്, ഹ ഉലമീർ ഉണ്ട്, അതിനെ രണ്ടക്ഷരത്തിൻ്റെ ദൈർഘ്യം നീട്ടുക, കാരണം മുമ്പും ശേഷമുള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്തുണ്ട്. ഇത് മദ്ദുസിലത്തു സുഗറയാണ്, കാരണം ശേഷം വന്നത് ഹംസയല്ലല്ലോ, എന്നാൽ രണ്ടക്ഷരത്തിൻ്റെ ദൈർഘ്യം നീട്ടും വേണം. അപ്പോൾ ഒരു ചെറിയ ദൈർഘ്യമായതുകൊണ്ട് മദ്ദുസിലത്തു സുഗറ എന്ന് പറയും. മിംബൈനി, ബാഇൻ്റെ മുമ്പ് സുക്കൂനുള്ള നൂന് വന്നു. ഇഖ്ലാബ് എന്നാണ് അവിടുത്തെ നിയമത്തിൻ്റെ പേര്. ആ നൂനിൻ്റെ ശബ്ദത്തെ മീമിൻ്റെ ശബ്ദമാക്കി മാറ്റണം. അപ്പോൾ ഒരു ശബ്ദം മറ്റൊരു ശബ്ദമാക്കി മാറ്റി മറിക്കുന്നതിനെയാണ് ഇഖ്ലാബ്. ഖൽബ് എന്ന് പറഞ്ഞാൽ മാറി മറിയുന്നതെന്നാണ്. നമ്മുടെ ഹൃദയത്തിനതാണല്ലോ പറയാം, ഖൽബ്. അപ്പോൾ ഇഖ്ലാബ് എന്ന് പറഞ്ഞാൽ മാറ്റിമറിക്കുന്നത്. ഇവിടെ മിൻ നൂനിനെ നമ്മൾ മീമാക്കിയിട്ട് മാറ്റിമറിക്കും. അതുകൊണ്ട് അതിനെ സൂചിപ്പിക്കാൻ ഒരു വാല് താഴേക്കുള്ളൊരു മീം അവിടെ ഇട്ടുകൊടുത്തിട്ടുണ്ടാവും. ഇങ്ങനെ വാല് താഴേക്ക് വളച്ചിട്ടിരിക്കുന്ന ഒരു മീം കണ്ടു കഴിഞ്ഞാൽ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നൂനിൻ്റെ ശബ്ദത്തെ മീമാക്കി മാറ്റണം. അങ്ങനെ വാല് താഴേക്കല്ലാത്ത മീം, നേരെ നിവർത്തിയിട്ട വാലുള്ള മീം ഉണ്ടാവും, അവിടെ പാരായണം നിർത്തണം എന്നാണ് അർത്ഥം. അത് നമ്മൾ തജ്വീദിൻ്റെ ക്ലാസ് മാത്രം ചെയ്ത ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അടയാളങ്ങൾ എന്നുള്ള 13-ാമത്തെയോ 14-ാമത്തെയോ ഒക്കെ ക്ലാസ്സിൽ അത് വരുന്നുണ്ട്. അപ്പോൾ മിംബൈനി നൂനിനെ നൂനാക്കിയിട്ടല്ല പറയേണ്ടത്, ഒരു അവ്യക്തമായ മീമ്, പരിപൂർണമായ മീമ് ആവണ്ട, ഒരു ചുണ്ടിൻ്റെ അടിയിൽ ചെറിയൊരു വിടവ് കൊടുക്കുക. എന്നിട്ട് ആ ബാ പറയാൻ വേണ്ടി ചുണ്ട് കൂട്ടുക. ആദ്യമേ ചുണ്ട് കൂട്ടണ്ട, ആദ്യം ചുണ്ട് കൂട്ടിയാൽ മീമ് ശരിക്കുള്ള മീമാവും. അപ്പം മിംബൈനി. അതിനുശേഷം യദൈഹി എന്നുള്ളിടത്ത് നോക്കൂ, അവിടെ ഉണ്ടല്ലോ ഒരു ഹാ ഉൽ അമീർ. ആ ഹാ ഉൽ അമീറിൻ്റെ മുമ്പും ശേഷമുള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്തുണ്ടോ? ഇല്ല. മുമ്പുള്ള അക്ഷരത്തിന് സുക്കൂനാണ്, സുക്കൂനെ ഹർക്കത്തിൽ കൂട്ടൂല. ഫത്തഹ്, കസർ, ലമ്മ് ഇത് മൂന്നുമാണ് ഹർക്കത്ത്, സുക്കൂനിനെ ഹർക്കത്തായിട്ട് കൂട്ടൂല. അപ്പോൾ അവിടെ യദൈഹി എന്നുള്ളിടത്ത് ആ യാഇന് സുക്കൂനായതുകൊണ്ട് ഹാ ഉൽ അമീറിൻ്റെ മുമ്പുള്ള അക്ഷരത്തിന് സുക്കൂനാണ്, ശേഷമുള്ള അക്ഷരം വാവ് അതിന് ഹർക്കത്തുണ്ട്. അപ്പോൾ മുമ്പും ശേഷവും രണ്ടിടത്തും ഹർക്കത്തുണ്ടോ ചോദിച്ചാൽ ഇല്ല. അതുകൊണ്ട് തന്നെ അതിനെ നീട്ടാൻ പാടില്ല. യദൈഹി ഹി എന്ന് പറയാനേ പറ്റുള്ളൂ, അവിടെ നീട്ടാനൊന്നും പാടില്ല. അതുകൊണ്ടാണ് നീട്ടാൻ വേണ്ടിയിട്ടുള്ള ഒന്നും ഒരു ചിഹ്നവും അവിടെ കൊടുത്തിട്ടില്ലല്ലോ. ഇനി വമിൻ ഖൽഫിഹി, വമിൻ എന്നുള്ളിടത്ത് സുക്കൂനുള്ള നൂന് വന്നു, അത് ഖാഇൻ്റെ മുമ്പാണ്. ഖാഇൻ്റെ മുമ്പ് സുക്കൂനുള്ള നൂന് വന്നാൽ ആ നൂനിനെ വെളിവാക്കണം. ഹൽഖിൻ്റെ അക്ഷരം എന്ന് പറയും, തൊണ്ടയിൽ നിന്ന് വരുന്ന 6 അക്ഷരങ്ങളുണ്ട്. ഈ 6 അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒരു അക്ഷരത്തിൻ്റെ മുമ്പ് സുക്കൂനുള്ള നൂനോ തെൻവീനോ കണ്ടാൽ അവിടെ ഇൽഹാറാണ് നിയമം, വെളിവാക്കി പറയണം. നൂനിൻ്റെ ശബ്ദം പുറത്തേക്ക് കേൾക്കണം. ഈ 6 അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? ഹംസ ഹ, ഐൻ ഹ, ഗൈൻ ഖ. ഈ 6 അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒരു അക്ഷരത്തിൻ്റെ മുമ്പ് സുക്കൂനുള്ള നൂനോ തെൻവീനോ വന്നാൽ അവിടെ ഇൽഹാർ. ഇപ്പോൾ ഇവിടെ നോക്കൂ, ഖാഇൻ്റെ മുമ്പ് വന്നു, അപ്പോൾ വമിൻ എൻ എന്നുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കണം. ഇങ്ങനെ ഇൽഹാർ നിയമമായിട്ട് വരുന്ന സ്ഥലങ്ങളിൽ സുക്കൂനുള്ള നൂന് എഴുതുമ്പോൾ ആ നൂനിന് ഒരു പുള്ളിക്ക് പുറമേ ആ സുക്കൂനിൻ്റെ അടയാളം ഉണ്ടാവും. അങ്ങനെ അല്ലാത്ത ഇൽഹാർ അല്ലാത്ത സന്ദർഭങ്ങളിലൊക്കെ സുക്കൂനുള്ള നൂന് എഴുതേണ്ടി വരുമ്പോൾ വെറും പുള്ളി മാത്രമേ ഇടുള്ളൂ. ഇനി വമിൻ ഖൽഫിഹി എന്നുള്ളതിൻ്റെ അവസാനം നോക്കൂ, അവിടെ ഒരു ഹാ ഉൽ അമീർ വന്നു, അതിന് മുമ്പും ശേഷമുള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്തുണ്ട്, അതുകൊണ്ട് 2 അക്ഷരത്തിൻ്റെ ദൈർഘ്യം നീട്ടണം. ആ നീട്ടലിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഒരു യാഇൻ്റെ കഷ്ണം അവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ 3 ആയത്തുകളിലെ പാരായണ നിയമങ്ങളായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് ഈ 3 ആയത്തുകളൊന്ന് പാരായണം ചെയ്യാം, ശേഷം ഗ്രാമർ നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഖുൽ ഇൻ അദ്രീ അഖരീബും മാ തുഅദൂന അം യജ്അലു ലഹു റബ്ബി അമദാ ആലിമുൽ ഗൈബി ഫലാ യുദ്ഹിറു അലാ ഗൈബിഹി അഹദാ ഇല്ലാ മൻ ഇർതദാ മിർ റസൂലിൻ ഫഇന്നഹു യസ്ലുകു മിൻ ബൈനി യദൈഹി വമിൻ ഖൽഫിഹി റസദാ. ഇനി ഈ 3 ആയത്തുകളിലെ ഏറ്റവും എളുപ്പത്തിലുള്ള ഗ്രാമറൊക്കെ നോക്കുകയാണെങ്കിൽ, ഒന്ന് യജ്അലു എന്നുള്ള ആ ഒരു പദം എടുക്കുകയാണെങ്കിൽ അവൻ ഏർപ്പെടുത്തുന്നു, അവൻ ആക്കുന്നു. ആരെ ആക്കും? അമദൻ, മഫൂലും ബിഹിയാണ്. അതുകൊണ്ടാണ് അമദൻ എന്ന് നസ്ബുള്ള രൂപത്തിൽ എഴുതിയത്. ഈ ഫത്തഹ് തൻവീൻ ഇതാണ് സാധാരണഗതിയിൽ നസ്ബിൻ്റെ ഏറ്റവും
കൂടുതലായി കണ്ടുവരുന്ന അടയാളം, അതല്ലാത്ത രൂപത്തിലുണ്ട്. അതുകൊണ്ട് അമദൻ എന്നുള്ളത് മഫൂലും ബിഹിയാണ്, അല്ലെങ്കിൽ ഒബ്ജക്റ്റാണ്, അല്ലെങ്കിൽ കർമ്മമാണ്. അതുകൊണ്ടാണ് അതിന് നെസ്ബ് കിട്ടിയത്. ഇനി ആലിമുൽ ഗൈബി എന്നുള്ള പദം എടുക്കുകയാണെങ്കിൽ ഈ ആലിം എന്നുള്ള പദത്തെ ഗൈബിലേക്ക് ചേർത്തിരിക്കുകയാണ്. ആലിമുൽ ഗൈബി, ഗൈബിൻ്റെ ആലിം, ഒന്നിൻ്റെ മറ്റൊന്നെന്ന് പറയുമ്പോഴാണ് അവിടെ മുലാഫുൻ ഇലൈഹി എന്ന് പറയാം. ഇവിടെ ഗൈബിൻ്റെ ആലിം, അദൃശ്യത്തിൻ്റെ അറിവുള്ളവൻ, അദൃശ്യമായ കാര്യങ്ങളുടെ അറിവുള്ളവൻ. അപ്പോൾ ആലിം എന്നുള്ളതിനെ ഗൈബിലേക്ക് ചേർത്തു. ഇങ്ങനെ വരുമ്പോൾ ആ ആലിം എന്നുള്ളതിനെ മുലാഫ് എന്നും ഗൈബ് എന്നുള്ളതിനെ മുലാഫുൻ ഇലൈഹി എന്നും പറയും. മുലാഫുൻ ഇലൈഹിക്ക് എപ്പോഴും ഇറാബ് ജറായിരിക്കും, സാധാരണ കസ്റുണ്ട്. അതുകൊണ്ടാണ് ഗൈബു എന്ന് പറയാതെ ഗൈബി എന്ന് പറഞ്ഞത്. അത് മുലാഫുൻ ഇലൈഹി ആയതുകൊണ്ടാണ്. അതേപോലെ യുൽഹിറു, അവൻ വെളിവാക്കും എന്ന് പറഞ്ഞില്ലേ, ലാ യുൽഹിറു, അവൻ വെളിവാക്കുകയില്ല. എന്ത്, അല്ലെങ്കിൽ ആർക്ക്? അഹദൻ, ഒരാൾക്കും. അപ്പോൾ അഹദൻ എന്നുള്ള കാര്യം അത് മഫ്ഊൽ വസ്നാണ്, ഒബ്ജക്റ്റാണ്, കർമ്മമാണ്. അതുകൊണ്ടാണ് അവിടെ അതിന് നെസ്ബ് കിട്ടിയത്, അഹദൻ എന്ന രൂപത്തിൽ എഴുതിയത്. ഫത്തഹ് തൻവീനാണല്ലോ, അത് നെസ്ബ് വരാനുള്ള, അതാണ് നെസ്ബ്. അങ്ങനെ നെസ്ബ് വരാനുള്ള കാരണം അത് ഒബ്ജക്റ്റ് ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ കർമ്മമായതുകൊണ്ടാണ്. അതേപോലെ അലാ ഗൈബിഹി നോക്കുകയാണെങ്കിൽ ശരിക്ക് ഗൈബുഹു എന്നാണ് ഒറ്റയ്ക്ക് പറയുമ്പോൾ പറയാം. അവൻ്റെ അദൃശ്യം എന്ന് പറയണമെങ്കിൽ ഗൈബുഹു, അവൻ്റെ അദൃശ്യം. അതിൻ്റെ മുമ്പിൽ അല വരുമ്പോൾ അല ഗൈബു എന്ന് പറയില്ല, അല ഗൈബി എന്നാണ് പറയാം. ഈ ഗൈബി എന്നുള്ളതിൻ്റെ കൂടെ ഹു ചേരൂല, ഹി എന്നാണ് ചേരുക. അങ്ങനെയാണ് അല ഗൈബിഹി എന്നായത്. അടുത്ത ആയത്തിൽ മിർ റസൂലിൻ, മിൻ എന്നുള്ളത് ഹർഫ് ജറാണ്. മിൻ വന്നതിന് ശേഷം വരുന്ന ഇസ്മുകൾക്ക് ജറ് കിട്ടണം, സാധാരണ കസ്ർ കൊണ്ട്, അല്ലെങ്കിൽ കസ്ർ തൻവീനുണ്ട്. അപ്പോൾ റസൂലുൻ എന്നെഴുതാതെ റസൂലിൻ എന്നെഴുതാൻ കാരണം മിൻ വന്നതുകൊണ്ടാണ്. മിൻ റസൂലുൻ എന്ന് പറയില്ല, മിൻ റസൂലിൻ എന്നാണ് പറയാം. ഇനി യസ്ലുക്കു എന്നുള്ളൊരു പദമുണ്ട്. അവൻ പ്രവേശിപ്പിക്കും, അല്ലെങ്കിൽ അവൻ പ്രവേശിപ്പിക്കുന്നു. ആരെ, എന്തിനെ? റസ്വദൻ, പാറാവുകാരെ. അപ്പോൾ അത് ആ പാറാവുകാരെ എന്നുള്ള ഭാഗം ഒബ്ജക്റ്റാണ്, മഫ്ഊലും ബിഹിയാണ്, അല്ലെങ്കിൽ കർമ്മമാണ്. അതുകൊണ്ടാണ് അതിന് നെസ്ബ് കിട്ടിയത്. റസ്വദൻ, ഫത്തഹ് തൻവീനാണല്ലോ അവസാനത്തിൽ, അത് നെസ്ബിൻ്റെ അടയാളമാണ്. മിൻ ബൈനി, മിൻ എന്നുള്ളത് ഹർഫ് ജറാണ്, അതുകൊണ്ടാണ് ബൈനി എന്നായത്. ഇനി മിൻ ബൈനി യദൈഹി എന്നുള്ള ഭാഗം എടുക്കുകയാണെങ്കിൽ യദ് കയ്യ്, യദാനി രണ്ട് കൈകൾ, അവൻ്റെ രണ്ട് കൈകൾ യദാഹു എന്ന് പറയും, അവൻ്റെ രണ്ട് കൈകൾ. യദൈഹി എന്നും പറയും, അവൻ്റെ രണ്ട് കൈകൾ. യദാഹു എന്നും പറയും, യദൈഹി എന്നും പറയും. യദാഹു എന്നുള്ളത് റഫ്ഇൻ്റെ രൂപം എന്നാണ് പറയുക. യദൈഹി എന്നുള്ളത് ജറിൻ്റെയും നെസ്ബിൻ്റെയും രൂപം എന്നാണ് പറയുക. ഇവിടെ ജറിൻ്റെ രൂപത്തിലാണ് വന്നത്. യദൈഹി, അവൻ്റെ രണ്ട് കൈകൾ. യദാനി യദൈനി, യദാനി രണ്ട് കൈകൾ, യദൈനി രണ്ട് കൈകൾ. യദാനി എന്നുള്ളത് റഫിൻ്റെ രൂപം, യദൈനി എന്നുള്ളത് ജറിൻ്റെയും നെസ്ബിൻ്റെയും രൂപം. അതിൻ്റെ കൂടെ ഹു എന്ന് ചേരുമ്പോൾ യദാഹു ചേരും, യദൈഹി, യദൈ എന്ന് പറഞ്ഞാൽ പിന്നെ ഹി എന്നേ ചേരുള്ളൂ. അപ്പോൾ യദൈഹി. ഇവിടെ ആ ഒരു ജറിൻ്റെ രൂപം ഉപയോഗിക്കാനുള്ള കാരണം അത് മുലാഫുൻ ഇലൈഹിയാണ്. ആ ബൈനി എന്നുള്ള പദം ഇതിലേക്ക് ചേർത്തിരിക്കുകയാണ്. അപ്പോൾ യദൈഹി എന്നുള്ളത് മുലാഫുൻ ഇലൈഹിയുടെ ഭാഗത്താണ്. അതുകൊണ്ടാണ് യദൈഹി എന്ന് ജറിൻ്റെ രൂപത്തിൽ വന്നത്. വമിൻ ഖൽഫിഹി, മിൻ ഖൽഫിഹി, ഖൽഫുഹു എന്നാണ് ശരിക്കും ഒറ്റയ്ക്ക് പറയുമ്പോൾ അവൻ്റെ പിന്നിൽ എന്നുള്ളതിന് പറയാം. ഖൽഫുഹു, അവൻ്റെ പിൻഭാഗം. അതിൻ്റെ മുമ്പിൽ ഹർഫ് ജറായിട്ടുള്ള മിൻ വന്നതുകൊണ്ട് മിൻ ഖൽഫു എന്ന് പറയില്ല, മിൻ ഖൽഫി എന്നാണ് പറയാം. ഖൽഫി എന്നുള്ളതിൻ്റെ കൂടെ പിന്നെ ഹു ചേരൂല, ഹി എന്നാണ് ചേരുക. ഇത്രയും കാര്യങ്ങളാണ് ഈ 3 ആയത്തുകളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു പരിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാനുമുള്ള സന്മനസ്സും തൗഫീക്കും നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വാഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.